നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ജനുവരി മാസം 10-ാം തീയതി, 1200-ാം ആണ്ട് ധനുമാസം 26-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. ആഴ്ച നല്ല ആഴ്ചയാണ്. വെള്ളിയാഴ്ച ശുക്രഭഗവാന്റെ ദിവസമാണ്, നല്ല ദിവസമാണ്. പക്ഷെ ഇന്നത്തെ നക്ഷത്രം അത്ര നല്ലതല്ല. കാർത്തിക ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതല്ല. അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്ന നക്ഷത്രമല്ല കാർത്തിക. അതുകൊണ്ട് ഇന്ന് നമുക്ക് രാവിലെ എണീറ്റ് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമല്ല. അതുകൊണ്ടാകിലും ഇന്ന് ശുഭകാര്യങ്ങൾ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ മാറ്റി വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ദിവസമൊക്കെ കൊള്ളാം, പക്ഷേ നക്ഷത്രം നല്ലതല്ല. പക്ഷേ കാർത്തിക നക്ഷത്രം, ധനുമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം അനുകൂലപ്രദമായ വർഷം തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ശുക്രൻ്റെ ദിവസമാണ് ബർത്ത്ഡേ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ശുക്രൻ ഭാഗ്യദായകത്തെ തരുന്ന ഗ്രഹമാണ്. സാമ്പത്തിക നേട്ടത്തെ തരും. അതുപോലെ കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടക്കും. ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരിക്കുന്നവർക്ക് അതിനൊക്കെ പരിഹരിക്കപ്പെടും. ഭാര്യയ്ക്ക് ജോലി കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ഭർത്താവ് വിഷമിക്കേണ്ട, ഭാര്യയ്ക്ക് ജോലി കിട്ടും. അതുപോലെ ഭർത്താവിന് നല്ല ജോലി കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവർ ഭർത്താവിന് ജോലി കിട്ടും. അപ്പോൾ ഭാര്യയെ വിദേശത്തോ അതുപോലെ കൂടെ നിർത്താൻ പറ്റാതിരിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കും. അപ്പോൾ ഇങ്ങനെ കുടുംബത്തിനകത്ത് വളരെ ഭദ്രതയുണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക. വളരെ സന്തോഷപ്രദമായ അനുഭവങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവും. അതുകൊണ്ട് അതിനു വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്കെന്ത് ചെയ്യണം? പെട്ടെന്ന് ഫലസിദ്ധി കിട്ടണം. ഒരു വർഷത്തെ ഫലത്തെയാണെങ്കിലും പറഞ്ഞെങ്കിൽ പോലും നമുക്കത് നീണ്ടു പോകരുത്. പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് ശുക്രനെ പ്രീതിപ്പെടുത്തണം. ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലി ഇവ നടത്തിപ്പോണം. അതേപോലെ തന്നെ ഇന്ന് ദിവസം അത്ര നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വളരെ സൂക്ഷിച്ചായിരിക്കണം ഇറങ്ങേണ്ടത്. കാരണം രാവുകാല സമയം നോക്കി പോകണം. 10 തൊട്ട് 12 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 10 മണിക്കൊന്നല്ല, 11 മണി 6 മിനിറ്റിന് രാവുകാലം തുടങ്ങുകയുള്ളൂ. 12:32 വരെ ഉണ്ട്. അതുപോലെ ഗുളിക കാല സമയം 8:14 തൊട്ട് 9:40 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 3 മണി 24 മിനിറ്റ് തൊട്ട് 4:50 വരെയും. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. നമുക്കിന്ന് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്നൊരവസ്ഥ വന്നാൽ നമുക്ക് പ്രപഞ്ചത്തിൽ മറ്റ് നെഗറ്റീവ് ദോഷം ബാധിക്കാത്ത ഒരു സമയമാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. 48 മിനിറ്റ് നേരമേ ഉള്ളൂ. ഈ സമയം നമുക്ക് എടുക്കാം. 12 മണി 8 മിനിറ്റ് തൊട്ട് 12:56 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഇടയ്ക്കൊരു 4 മിനിറ്റ് നേരമേ കൊള്ളാതെ ഉള്ളൂ. അപ്പോൾ എങ്കിലും 2 നാഴിക നേരം നമുക്ക് ശുഭപ്രദമായ സമയമുണ്ട്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന് പറയാൻ കാരണം, നമുക്ക് ചുവന്ന വസ്ത്രം, ചുവപ്പ് മിക്സായിട്ടുള്ളതുമായിട്ടുള്ള വസ്ത്രധാരണം വസ്ത്രത്തിൻ്റെ ഇതിൽ ഉൾപ്പെടുത്തുക. അത് ഷർട്ടായിട്ടോ പാൻറ്റായിട്ടോ ബ്ലൗസായിട്ടോ ഷോളായിട്ടോ അല്ലെങ്കിൽ മേൽമുണ്ടായിട്ടോ എന്തെങ്കിലും ആയിട്ട് അത് യൂസ് ചെയ്യുന്നത് നമ്മളിലേക്ക് ശുക്രൻ്റെ പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാനും നമുക്ക് ഐശ്വര്യപ്രദമായ അവസ്ഥകൾ ഉണ്ടാകാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശുക്രഭഗവാന്റെ അനുഗ്രഹത്താൽ സർവ്വ ഐശ്വര്യങ്ങളും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.